എടുക്കുമ്പോൾ കരയുന്നു. എപ്പോഴും പേടിയാണ് ബ്ലഡ് എടുക്കുമ്പോൾ. എന്താ പേടി? കാര്യമില്ല. അയ്യയ്യേ അയ്യയ്യേ വയസ്സ് ഇത്രയും പ്രായമായിട്ട് ബ്ലഡ് എടുക്കുമ്പോൾ പേടി. വേദനയുണ്ടോ? ഇനി ഇത് ബ്ലഡ് എടുക്കുമ്പോൾ നമുക്ക് വേദനിക്കത്തില്ല. അവർ മറ്റേ എന്തോ ലിക്വിഡ് പോലെ തേച്ച് കഴിയുമ്പോൾ വേദനിക്കത്തില്ല. കാണിച്ച് എവിടെ കുത്തി? അയ്യോ കഷ്ടം. കുടിക്കണമെന്നേ, വെള്ളം വേറെ കുടിക്കണ്ട ഇപ്പം. അത് കുഴപ്പമില്ല, സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണമെന്നല്ല ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പം വെള്ളം കുടിക്കണം. കാരണം എന്നറിയാമോ, സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം വെള്ളം കുടിക്കാൻ പറയാം. മനസ്സിലായോ? ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞില്ലേ? ബ്ലഡ് എടുത്തപ്പോൾ പേടിച്ച് കരയായിരുന്നു. ഞാൻ എപ്പോഴും പേടി ബ്ലഡ് എടുക്കുന്നു. എടി അത് മറ്റേ ആ ലിക്വിഡ് പോലെ സംഭവം തേച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് വേദന അടിക്കത്തില്ല, അറിയാമോ? സ്പിരിറ്റാണോ? ഓ, അത് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്, സ്മൂത്താകാൻ വേണ്ടിയാണ്, നമ്മുടെ ബോഡി സ്മൂത്താകാൻ വേണ്ടിയാണ്, തൊക്ക് ഇങ്ങനെ ഇതാകാൻ വേണ്ടിയാണ്. കുടി വെള്ളം കുടി ലഡുവും ജിലേബിയും കഴിക്കൂ. വെള്ളം കുടിക്കൂ. വെള്ളം കുടിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ നമ്മളത് അനുസരിക്കണം. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ലാബിൻ്റെ പേരെന്തത്? പ്രൈം തിരുവല്ല അല്ലേ? നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി ഗൈസ്. ഞങ്ങളോട് 11 മണിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ വിനോദേട്ടൻ്റെ ഓട്ടോ വിളിച്ച് വന്നപ്പം 11:30 കഴിഞ്ഞല്ലേ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ ടി വി ഒക്കെ ഉണ്ടോ? ടി വി ഒക്കെ കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കാം. ഒരുപാട് പേരുണ്ട് കേട്ടോ. പുറകിൽ നല്ലൊരു ഫാനുള്ളതുകൊണ്ട് തണുപ്പുണ്ട്. ഭയങ്കര തണുപ്പല്ലേ? ഇവിടെ ഫുൾ എ സിയും കൂടെ ആയതുകൊണ്ടാണ്. ഇവിടെ ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കേ. ശരിക്കും വെള്ളം എന്നാ കാര്യം? വെള്ളയ്ക്ക് സൗണ്ടൊന്നുമില്ലേ? അടിപൊളിയല്ലേ? നോക്കി ഒരു മഞ്ഞ 4 ഉണ്ടായിരുന്നു. കൂടിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലാബിനകത്ത് കാണുന്ന കിളിക്കുഞ്ഞുങ്ങളാണ്, ലവ് ബേഡ്സാണ്. അതെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ അവരോട് പറയും ഇത് ഇവിടെ ഡോക്ടർ ആണോ. ഗായ്സ്, ഞങ്ങൾ ഇത്ര നേരം തണുപ്പത്തിരുന്ന് ഇപ്പം പുറത്തോട്ടിറങ്ങുമ്പോഴത്തേനും അടിപൊളി ചൂട് അല്ലേ? ഞാൻ ചിന്തിക്കുവാണേ, അല്ലെന്ന് ഞാൻ ചിന്തിക്കുവാ, ഇങ്ങോട്ട് നോക്കിയേ. ഇപ്പം ഇത്ര ചൂടല്ലേ? മാർച്ച് ആകുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. തണ്ണിമത്തൻ്റെ നല്ലൊരു സ്റ്റോൾ ഉണ്ടെങ്കിൽ നല്ലൊരു കാശ് ഉണ്ടാക്കാൻ പറ്റും. കാണുന്നതാണ് ഞങ്ങളുടെ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ, താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രി, തിരുവല്ല നഗരസഭ. അടിപൊളിയായിട്ടുണ്ടല്ലേ? പണ്ട് എങ്ങനെ നടന്ന ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഒത്തിരി പണ്ട് കണ്ട് ഇവിടെ ആയിരുന്നു, അടുത്ത സൈഡിലായിരുന്നു, ഇപ്പം അടിപൊളിയാക്കി. ഇത് കൊള്ളാമല്ലോടി. നീതി മെഡിക്കൽ ഷോപ്പാണോ? എല്ലാം കൂടെ ആണെന്നല്ലേ? ക്രൗൺ ബേക്കേഴ്സിൻ്റെ ബേക്കറി തോന്നുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പം നമ്മുടെ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അടിപൊളി ഒരു ബേക്കറിയും ഒരു ചെറിയ സ്റ്റോറേജും വന്നിട്ടുണ്ട് കേട്ടോ. ആണോ? കണ്ടു നോക്കിപ്പോ. സത്യം പറഞ്ഞ തിരുവല്ല ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു കട വേണ്ടതാ. തിരുവല്ല ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടില് ഈ ഭാഗത്തെങ്ങും നല്ല ഹോട്ടലോ കാര്യങ്ങളോ ഇല്ല. എന്തോ പറ്റിയിട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ? ബ്ലോക്കല്ല, ക്യൂ ഒന്നും ഇല്ലല്ലോ. 1 മണിയായില്ലേ? അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ആശുപത്രിയിലെ ഏക ചായക്കട. കണ്ടോ? ചായക്കട, ബ്ലോക്കില്ല. നേരെ കാണുന്ന കുഞ്ഞുങ്ങളുടെ പാർക്ക് കണ്ടോ? തിരുവല്ല ഹോസ്പിറ്റലൊക്കെ എങ്ങനെ കിടന്നല്ലേ? ഇനി നമുക്ക് നേരെ ഒന്ന് ഡോക്ടറെ കണ്ട് റിസൾട്ട് ഒന്ന് കാണിക്കണം. ഡ്യൂട്ടിയുടെ ഫിസിഷ്യൻ ഉണ്ടോയെന്ന് നോക്കണം. ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചിട്ടങ്ങ് പോകണമെങ്കിലേ. ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു OP വിഭാഗം. കണ്ടോ? OP ഉണ്ടോ നോക്കിയേ? ഉണ്ടോ? അവൻ ഡോക്ടറെ കാണാൻ വന്നപ്പം ഡോക്ടർ പോയി. ഒരു ഡോക്ടറും ഇല്ലേ? ഞാൻ ജസ്റ്റ് നോക്കിയതാ. ഇവിടുത്തെ ഫിസിഷ്യനെ കാണിക്കുന്നു. ആണോ? ക്ലിനിക്കിൽ പോയി കാണാനാണ്. ഇവിടെ ഉണ്ടോന്ന് ജസ്റ്റ്. ക്ലിനിക്ക് എവിടെ? അവിടെ പോകണോ? നമുക്ക് എന്നെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കറങ്ങിയിരിക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ഡോക്ടറെ കാണാൻ ഇറങ്ങിയില്ല, അപ്പം കുഴപ്പമില്ല. എവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ കുട്ടികളുടെ പാർക്കല്ലേ കാണുന്നത്, ഇവിടെ വന്നിരിക്കാം അല്ലേ? ഗായ്സ്, ഇനിയും നല്ല ചൂടുള്ള കാലമാണ്, അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. കൂടുതലും തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം വെള്ളം കയ്യിൽ കരുതുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? പെണ്ണുപിള്ളയുടെ ബാഗുമായിട്ട് നിൽക്കുന്ന അവസ്ഥ?
നമ്മളൊക്കെ പണ്ടായി ഓടിച്ചാടി നടന്നില്ല. അപ്പോൾ ഓർക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ ബാഗൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ബാത്റൂമിൽ വരെ പോയതാണ്. അപ്പം എന്നെ ഏൽപ്പിച്ചേക്കുവാണ്. നമ്മുടെ തിരുവല്ല ഹോസ്പിറ്റലിൻ്റെ തൊട്ട് സൈഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ കാണുന്ന പുൽക്കൂട് കണ്ടോ? വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നല്ലേ. ഫ്ലെക്സുകൾ നിർത്തലാക്കിയാലും നമ്മുടെ പോസ്റ്ററുകൾ ഒരുപാടുണ്ടല്ലേ ഗൈസ്. നമ്മുടെ തിരുവല്ല നഗരസഭയുടെ നല്ല അടിപൊളി നടപ്പാത ഉള്ളതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് നടന്നു പോകും അല്ലേ ദേവട്ടി? അഡ്വക്കേറ്റ് വി ആർ സുധീഷ് സാറിൻ്റെ വണ്ടി എന്നാണ് കിടക്കുന്നത് അല്ലേ? സാറിൻ്റെ ഓഫീസൊക്കെ കാണുന്നുണ്ടോ? അത് ഇത് സാറിൻ്റെ വണ്ടിയാണ്. ആ ഗൈസ്, നമ്മുടെ തിരുവല്ല കൂടാരപ്പള്ളി ഉണ്ടോ? നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കയറിയിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലേ? പറ്റും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കയറി ഇരിക്കുമ്പോഴേ മറ്റേ ആൾക്കാർ എല്ലാവരും ഒരുപോലെ കാണണമെന്നില്ല. ചില കപ്പിൾസൊക്കെ ഉണ്ടല്ലോ അന്ന് ഒത്തിരി ഓവറാകുന്നത്. അതുകൊണ്ട് നമുക്കത് പണി കിട്ടും. കൂടാരപ്പള്ളിയുടെ എൻട്രൻസ് അടിപൊളിയാണ്. ഇതുണ്ട് ചെങ്കല്ലാണ് അടി അടിപൊളി. ചെങ്കല്ല, നല്ല ഒട്ടീര, ഫുൾ ചെങ്കല്ലല്ല ഗായ്സ്. എല്ലാം ചെയ്യാൻ എളുപ്പമാണ്, അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കണ്ടോ, ചെടിയുണ്ട്, പക്ഷേ എല്ലാം വാടി നിൽക്കും. കണ്ടോ, ഒരു തുള്ളി വെള്ളം നഗരസഭ ഒഴിച്ചിരുന്നെങ്കിൽ ഇത് നല്ലതായിട്ട് കായ്ച്ചാണ്. കായ്ക്കുമല്ല, പൂ വരും അല്ലേ? അല്ലേ പട്ടിസാർ ഫ്രണ്ടിൽ പോകുന്നുണ്ടോ? അയ്യോ, നമുക്ക് മാത്രമല്ല ചൂട്, ഈ പിള്ളേർക്കും നല്ല ചൂടായിരിക്കും, പട്ടികൾക്കൊക്കെ. വഴിയിലൊക്കെ ഇങ്ങനെ കൊണ്ട് വണ്ടി ഇടുന്ന സ്ഥലത്തേക്ക് ഇത് കാൽനടക്കി ആൾക്കാരൊക്കെ ഉള്ള വഴിയാണ് കേട്ടോ. ഇത്രയും സ്ഥലമൊക്കെ കിടന്ന് അങ്ങോട്ട് കയറി ഇടാൻ വയ്യ. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഓഫീസ് വലത്തോട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് വേണം, പോലീസ് സ്റ്റേഷനും ക്രൈംബ്രാഞ്ച് ഓഫീസും എല്ലാം. തിരുവല്ല നഗരസഭയുടെ ശ്രദ്ധയ്ക്ക്, അധികാരികളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കാൻ ആൾക്കാരെ ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ നല്ല നല്ല ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുൽത്താൻ ബത്തേരി പോലെയൊക്കെ അടിപൊളിയാകും. സുൽത്താൻ ബത്തേരി നഗരമില്ല, സുൽത്താൻ ബത്തേരി അടിപൊളിയാണ്. അവിടുത്തെ സിറ്റി ക്ലീൻ സിറ്റി എന്നാണ് അവർ പറയുന്നത്, പക്കയാണ്. തിരുവല്ലയിലെ ഞങ്ങളുടെ അനാഥപ്രേതം പോലെ കിടക്കുന്ന KSRTC ടെർമിനൽ അല്ലേ ദേവുട്ടി? കിജൂസ് അക്കാദമി വന്നിട്ടുണ്ട് കാര്യമില്ല, ഇത് മുഴുവൻ ഓരോ സ്ഥാപനങ്ങളൊക്കെ വരണ്ട കണ്ടോ. റൂംസ് ഉണ്ട് കിജൂസ് അക്കാദമിയിൽ, ഇത് റൂംസ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് മാതാ റെസ്റ്റോറൻറ്റ് തിരുവല്ല. ഇവിടെ പണ്ട് നമ്മുടെ തിരുവല്ലയിലെ ഇതില്ലേ, നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ്, ഇന്ത്യൻ കോഫി ഹൗസ് ആയിരുന്നു നമ്മുടെ ഫേവറേറ്റ് ഹോട്ടലായിരുന്നു. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞപ്പോഴത്തേന് ഇവിടുന്ന് അവരത് മാറ്റി, മനസ്സിലായോ? ഇപ്പോൾ ഇത് മാതാ റെസ്റ്റോറൻ്റ് ആക്കി. സൊമാറ്റോയ്ക്കകത്തും നമ്മൾ ഫുഡ് എടുക്കാൻ അവിടെ വരുമായിരുന്നു, മാതായ്ക്കകത്ത്. നമ്മുടെ മാതായിൽ വന്നിട്ടുണ്ട്. മാതാ ആണോ? ചിക്കൻ അല്ലേ? നല്ലതല്ലേ? നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. അയ്യേ, രണ്ടാമത് പപ്പടം മേടിച്ചു. അങ്ങനെ തരുമല്ലേ? അതെ, എനിക്ക് മുട്ടയില്ല. ഞാനിപ്പോൾ ഇവിടെ പോയിട്ടുണ്ടല്ലോ, സെപ്പറേറ്റ് ആണ് ഗൈസ്. ഒരു പപ്പടം ചോദിച്ചത് 2 പപ്പടം കിട്ടും കേട്ടോ. അതെ, ഞാനില്ലേ ഇന്നലെ പോയില്ലേ എറണാകുളത്ത് പോയിട്ട് എറണാകുളത്തുനിന്ന് പപ്പടമില്ലേ, സോറി മുട്ട സെപ്പറേറ്റ് മേടിക്കുമായിരുന്നു. 2 തവണ അങ്ങനെ മേടിച്ച് 10 രൂപയുള്ളൂ മുട്ടയ്ക്ക്, മുട്ട പുഴുങ്ങിയത്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമതൊരു പപ്പടം കൂടെ മേടിച്ചു കേട്ടോ. പപ്പടത്തിന് 2 രൂപ ചാർജ് ആക്കുമെന്ന് അറിയാത്ത. ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ബിരിയാണിയാണ്. നമ്മുടെ തിരുവല്ല മാതാ റെസ്റ്റോറൻറ്റ്, അതായത് നമ്മുടെ പഴയ ഇന്ത്യൻ കോഫി ഹൗസ് ഇരുന്ന്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, പഴയ ഇന്ത്യൻ കോഫി ഹൗസ് ഇരുന്നിടത്താണ് ഈ മാതാ റെസ്റ്റോറൻറ്റ്. നിങ്ങളത് കയറി ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഒത്തിരി ഇതുണ്ട്, ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബിരിയാണിക്ക് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് എന്താണ്, ചോക്ലേറ്റ് ഷേക്ക് അല്ലേ, വിത്ത് ഐസ്ക്രീം അല്ലേ, നമ്മുടെ ഷാർജ ഷേക്കാണ്. ബിരിയാണി കഴിച്ചതിന് ശേഷം ഷാർജ ഷേക്കും കൂടെ കുടിക്കുക കേട്ടോ. ഇനി ഇവിടുന്ന് ഞാൻ എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല, ഓട്ടോ വിളിക്കണം. നമ്മൾ അടുത്തതിന് അങ്ങോട്ട് പോകും, ലാബിലോട്ടല്ലേ പോകുന്നത്? ക്ലിനിക്കിലോ? നമ്മൾ പോയ ക്ലിനിക്കിൽ ഡോക്ടറിൻ്റെ റൂമിലല്ലേ? ഓക്കെ, ആ ഡോക്ടറിൻ്റെ പേരെന്തായിരുന്നു? അനുജോയോ? ലേഡി അല്ലേ? ഷെയ്ക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ മാതാവിലെ ഷെയ്ക്ക് എങ്ങനെയുണ്ട്? ഉള്ളതോ? എന്നാലും പറ, എങ്ങനെയുണ്ട്? ക്വാണ്ടിറ്റി എങ്ങനെയുണ്ട്? ചെറിയ രീതിയിൽ ലൂസായ പോലെ അല്ലേ? കുറച്ചും കൂടെ ഒരു കട്ടി വേണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫുഡടി കഴിഞ്ഞതിന് ശേഷം ദേവുട്ടിയുടെ കൂട്ടുകാരിയുടെ ആതിരയുടെ അല്ലേ, നിൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലേ? അയ്യോ ഗായ്സ്, തെറ്റിപ്പോയി. എൻ്റെ പെങ്ങൾ ആതിര ചേച്ചിയുടെ വാച്ചിൻ്റെ ഈ വാച്ച് ഇവിടുന്ന് മേടിച്ചല്ലേ ദേവുട്ടി? ഇതിന് എത്ര രൂപയായിരുന്നു? പ്രൈസ് പറയണ്ടല്ലേ, വയസ്സ് പറയണ്ടെന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് ഈ വാച്ച് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചാണ്. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കണ്ടോ, നോക്കിയേ. ഇവിടുന്ന് മേടിച്ച് അടിപൊളിയല്ലേ? നിൻ്റെ വാച്ച് എൻ്റെ അതിലൂടെ കൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടും ചോദിക്കാം അല്ലേ? മറ്റേ നമ്മൾ
ഗോൾഡ് കവർ കളർ ചെയ്യാൻ കൊടുക്കത്തില്ല അതുപോലെ അത് കളറും അത് ഓൺലൈനിൽ വാങ്ങിയായിരുന്നു. വാച്ചാണോ അത് റോസ് ഗോൾഡ് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. പക്ഷെ അത് ഇതല്ലേ. അതുപോലെ തന്നെ വലിയ ഘടികാരങ്ങളൊക്കെ ഉണ്ടോ, ഘടികാരം. പണ്ടത്തെ വാച്ചില്ല, നമ്മുടെ പണ്ട് ബോയ്സ് കിട്ടുന്ന വാച്ചുണ്ടല്ലോ വലിയ വീതിയുള്ളത്, അത് ഞാൻ കെട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേന് ക്രോസിനുണ്ടെങ്കിൽ മുപ്പാപ്പേരൊക്കെ പറഞ്ഞേ ഇതെന്താണ് നീ ഘടികാരം കെട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ ചാലക്കുഴി ബസാറിനകത്തെ കട കേട്ടോ. നമ്മൾ തിരുവല്ല ടൗണിൽ നിന്ന് ഇറങ്ങി വരുമ്പം ഫസ്റ്റ് റൈറ്റ് കാണുന്ന കട കേട്ടോ, ചാലക്കുഴി ബസാറല്ലേ. വാച്ച് ശരിയാക്കില്ലേ? അതിനെന്തോ ഒരു കംപ്ലൈൻറ്റ് ചെയ്തിരിക്കും. മിഷൻ കംപ്ലൈന്റ് ഉണ്ട്. അത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. വാച്ചിനോ? പിന്നെ മിഷൻ മാറ്റാനോ? അതിലും നല്ല പുതിയൊരു വാച്ച് മേടിക്കുന്നല്ലേ. ചേച്ചിയുടെ വാച്ച് കാണിച്ച്, എൻ്റെ പെങ്ങളുടെ വാച്ച്. അപ്പം ഞാൻ മാറ്റി കൊടുത്തോളാം. ഞാൻ പുതിയ വാച്ച് ഞാൻ മേടിച്ചു കൊടുക്കും പെങ്ങൾക്ക്. നിൻ്റെ നീ ശരിയാക്കണം, എൻ്റെ പെങ്ങളുടെ വാച്ച് ഞാൻ ശരിയാക്കണം. ഗൈസ് അതിന് ശേഷം നമ്മൾ വേണ്ട ഈ കാണുന്ന ചേട്ടനെ കണ്ടോ, ആ ചേട്ടൻ്റെ കയ്യിൽ നമ്മുടെ ഈ ബാഗ് ഒന്ന് കൊടുക്കണേ. ബാഗിൻ്റെ വള്ളി പൊട്ടാറായി. അപ്പം അവിടെ ഒരാളെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് മാത്രം എടുത്തതല്ല. നിങ്ങൾ നോക്കിയേ, നട്ടുച്ച വെയിലത്ത് നമ്മുടെ തിരുവല്ല സിറ്റിയുടെ സെൻറ്റർ കേട്ടോ, നമ്മുടെ സ്റ്റാൻഡ് അപ്പുറത്ത് കാണാം. അപ്പോൾ ഞങ്ങൾ പോലും തണൽ പിടിച്ചുകൊണ്ട് ഈ കടയുടെ തിണ്ണയിലോട്ട് കയറി നിൽക്കും കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ആ വെയിലത്ത് നിന്നുകൊണ്ട് ആ കുടുംബം പോറ്റാൻ വേണ്ടി, ചേട്ടൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി ആ ചൂടത്തിരുന്നുകൊണ്ട് തയ്ക്കുന്നത് നിങ്ങൾ നോക്കിയേ. എന്തോ കാഴ്ചയല്ലേ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ആഹാരം മേടിക്കുന്നു. നട്ടുച്ച വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആളെ കണ്ടോ. വെയിലത്ത് നിൽക്കാൻ വയ്യേ, എന്തൊരു ചൂടാടി. ആ ഇതാണ് കണ്ടോ, ആ ഒറ്റ വള്ളിയാ അല്ലേ. ചേട്ടൻ എങ്ങനെ ചൂടത്തിരിക്കൂടല്ലേ, നമുക്കിവിടെ നിൽക്കാൻ പോലും വയ്യ കണ്ടോ. ടൗണ് മുഴുവൻ കത്തി നിൽക്കും, അതുപോലെ പക്ക വെയില കണ്ടോ. അത്രയും വെക്കുമ്പോൾ കയറിപ്പോവും. അപ്പം മറ്റേയും കൂടെ വേണേൽ അതുകൊണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഗോഡ്ലിമോനൊക്കെ തിരിച്ച് ഡെണ്ടികളിലേക്ക് പോവാണ്. അവർ അവധിക്ക് വന്നതാണ്. അവധി മാത്രമല്ല, കുഞ്ഞിൻ്റെ അല്ലേ മോനെ, ഞങ്ങളുടെ ജിയാൻകുട്ടൻ്റെ മാമൂസ് ചടങ്ങ് കൊണ്ട് വന്നതാണ്. അപ്പോൾ അവർ തിരിച്ച് പോകണം. ഞങ്ങളിപ്പോൾ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കും അല്ലേ. എന്തുകൊണ്ട് പറ. ഞാൻ പോവാണ്. എനിക്ക് കൂട്ട് വരാമെന്ന് പറ. എല്ലാ ഫാമിലീസിനെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. എനിക്ക് എൻ്റെ സ്കൂളായിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതെ അതെ, ഞാൻ അടുത്ത അവധിക്ക് ഞാൻ വരാം സുഹൃത്തുക്കളെ. കോട്ടിമോന് വിഷമമാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കൊടുത്തു ഗൈസ്. അപ്പം ഓക്കെ കറ്റാ, ഞങ്ങൾ അമൃതം എടുക്കുന്നുണ്ടല്ലേ മോനെ. അപ്പൊ ട്രെയിനിന്റെ വീഡിയോ കൂടെ. അതെ, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കുന്നു ഞങ്ങൾ. ഓക്കെ.